ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ സീരീസ് ആയിട്ടൊന്നും അല്ല വന്നിരിക്കണേ, നമ്മുടെ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരൊറ്റ 10 മിനിറ്റ് കൊണ്ട് പഠിക്കും എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അതായത് ഒരു പ്രവൃത്തി തന്നെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയത്, ഭാവി കാലം, ഇത് മൂന്നും എങ്ങനെ പറയാം എന്നതിനെ പറ്റിയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാര്യം ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാം. ചില വീഡിയോ മാത്രമാണ് ഞാൻ അവസാനം വരെ കാണണമെന്ന് പറയാറുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സോ അവസാനം വരെ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എഴുതാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ് മീൻസ് വർത്തമാനകാലം, പാസ്റ്റ് മീൻസ് ഭൂതകാലം, ഫ്യൂച്ചർ മീൻസ് ഭാവി കാലം. ഇങ്ങനെ 3 കാലങ്ങൾ അല്ലേ. പ്രസന്റ് മീൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് മീൻസ് കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ മീൻ വരാൻ പോകുന്നത്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ പ്രസന്റ് എങ്ങനെയാണ് എഴുതാമെന്നറിയോ? പ്രസന്റ് നമുക്ക് സബ്ജക്റ്റ് പ്ലസ് V1 എഴുതി. ഇനി പാസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതുക? സബ്ജക്റ്റ് പ്ലസ് V2. ഓക്കെ. ഫ്യൂച്ചർ എങ്ങനെ എഴുതുക? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V3. സോറി, V1. ഓക്കെ, ഇതാണ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ. എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് ആകുമ്പോൾ ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എഴുതാൻ പോവുകയാണ്. എന്താണ്? സ്ലീപ്പ് മീൻസ് ഉറങ്ങുക. ഓക്കെ, ഉറങ്ങുക എന്നാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഇടാമാണ്. സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റ് ഐ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഞാൻ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട്. ഇങ്ങനെ ഹാബിറ്റ്, ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഈ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം യൂസ് ചെയ്യുന്നത്. സോ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി പാസ്റ്റിലേക്ക് പോവാം കേട്ടോ. പാസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഐ സബ്ജക്റ്റ് ഇടുന്നു, V2 ആണ് ഇടേണ്ടത്. V2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? V1ൻ്റെ V2, V1, V2, V3 ഇങ്ങനെ 3 വേർബ് ഉണ്ടല്ലോ നമുക്ക്. അത് നിങ്ങൾ അറിയില്ലാത്തവർ ഗൂഗിളിൽ പോയിട്ട് ബേസിക് ഇംഗ്ലീഷ് വൊക്കാബുലറി V1, V2, V3 എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട നമുക്ക് V1, V2, V3 കിട്ടും. ഓക്കെ, അതൊന്ന് പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എഴുതി ഐ. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പിൻ്റെ V2 സ്ലെപ്റ്റ് എന്നാണ്. സോ ഐ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ ഭാവി എങ്ങനെയാ പറയാ? ആദ്യം തന്നെ സബ്ജക്റ്റ് എഴുതുന്നു ഐ, അതിനുശേഷം വിൽ ആഡ് ചെയ്യുന്നു ഐ വിൽ, അതിനുശേഷം പ്രവൃത്തി സ്ലീപ്പ് V1. ഐ വിൽ സ്ലീപ്പ്, ഞാൻ ഉറങ്ങും. ഐ വിൽ സ്ലീപ്പ്, ഞാൻ ഉറങ്ങും. കിട്ടുന്നുണ്ടോ നോക്കിയേ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേറെ പ്രവൃത്തി എടുക്കാം കേട്ടോ. ഡൂന്ന് എടുക്കാം, ചെയ്യുക. ഓക്കെ, ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഇതെൻ്റെ എന്താണ്? ശീലങ്ങളാണ് കേട്ടോ. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഇനി ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആകും. അപ്പം ഇങ്ങനെ പറയും, ഐ ആദ്യം എഴുതുന്നു, അതിനുശേഷം ഡൂവിൻ്റെ V2 ഐ ഡിഡ്, ഞാൻ ചെയ്തു. ഐ ഡിഡ്, ഞാൻ ചെയ്തു. കണ്ടോ? കിട്ടുന്നുണ്ടോ നോക്ക്? ഐ ഡു, സബ്ജക്റ്റ് V1, സബ്ജക്റ്റ് V2 ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളത് ഞാൻ ചെയ്തു എന്നാകും കേട്ടോ. ഇനി ഞാൻ ചെയ്യും, അതല്ലേ ഭാവി. സോ ഐ, അതിനുശേഷം വിൽ ആഡ് ചെയ്യുന്നു, അതിനുശേഷം V1 ഫോം. ഐ വിൽ ഡിഡ് എന്നൊന്നും എഴുതരുത് കേട്ടോ. V1 ഫോം തന്നെ എഴുതണം. ഇവിടുത്തെ ഫോം തന്നെ അവിടെ എഴുതണം കേട്ടോ. ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഐ വിൽ ഡു, ഞാൻ ചെയ്യും. കണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. പാർട്ടിസിപ്പേറ്റ്. പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പങ്കെടുക്കുക അല്ലേ? പങ്കെടുക്കുക. പാർട്ടിസിപ്പേറ്റ്, പങ്കെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഐ പാർട്ടിസിപ്പേറ്റ്, ഞാൻ പങ്കെടുക്കാറുണ്ട്. ഐ പാർട്ടിസിപ്പേറ്റ്,
ഞാൻ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഐ പാർട്ടിസിപ്പേറ്റഡ്. V2 ഇട്ടിട്ട് എഴുതാൻ പോവാണ് കേട്ടോ. V2 ഇട്ടിട്ട് എഴുതുമ്പോൾ ഞാൻ പങ്കെടുത്തു അല്ലേ? ഞാൻ പങ്കെടുത്തു, കഴിഞ്ഞു പോയതാണ്. സോ ഞാൻ പങ്കെടുത്തു. സബ്ജക്റ്റ് പ്ലസ് V2. ഐ പാർട്ടിസിപ്പേറ്റഡ്. ദെൻ ഞാൻ പങ്കെടുക്കും എന്നെങ്ങനെ പറയും? ഐ വിൽ പാർട്ടിസിപ്പേറ്റ്. ഐ വിൽ പാർട്ടിസിപ്പേറ്റ്. ഞാൻ പങ്കെടുക്കും. ഞാൻ പങ്കെടുക്കും. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ നോക്കിയേ. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് പ്രവൃത്തി എടുത്താലും സബ്ജക്റ്റ് V1 ഫോം പ്രസൻറ്റ്, സബ്ജക്റ്റ് V2 പാസ്റ്റ്, സബ്ജക്റ്റ് വിൽ പ്ലസ് V1 ഫ്യൂച്ചറും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ആക്കാം. ഐ ഡു ഞാൻ ചെയ്യാറുണ്ട്, ഐ ഡിഡ് ഞാൻ ചെയ്തു, ഐ വിൽ ഡു ഞാൻ ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഐ സിങ് ഞാൻ പാടാറുണ്ട്, ഐ സാങ് ഞാൻ പാടി, ഐ വിൽ സിങ് ഞാൻ പാടും അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട്, ഐ റോട്ട് ഞാൻ എഴുതി, ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും. കണ്ടാ? എഴുതാറുണ്ട്, എഴുതി, എഴുതും. ഇങ്ങനെ പഠിക്കണം അല്ലേ? എന്താണ്? വരാറുണ്ട്, എന്താണ്? വന്നു, വരും. ഓക്കെ, ഐ കം ഞാൻ വരാറുണ്ട്, ഐ കെയിം ഞാൻ വന്നു, ഐ വിൽ കം ഞാൻ വരും. ഓക്കെ, ഐ ഗോ ഞാൻ പോകാറുണ്ട്, ഐ വെന്റ് ഞാൻ പോയി, ഐ വിൽ ഗോ ഞാൻ പോകും. അപ്പോൾ V1, V2, V3 ഒന്ന് പഠിച്ചു വെക്കണം. അതാണ് ഇപ്പം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അത്യാവശ്യം വേണ്ട പ്രവൃത്തികളുടെ ഒക്കെ V1, V2, V3 പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് പറഞ്ഞു നോക്കുക. ഐ കുക്ക് ഞാൻ പാചകം ചെയ്യാറുണ്ട്, ഐ കുക്ക്ഡ് ഞാൻ പാചകം ചെയ്തു, ഐ വിൽ കുക്ക് ഞാൻ പാചകം ചെയ്യും. കണ്ട? കഴിഞ്ഞു പോയത്, വരാൻ പോകുന്നത്, നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പഠിക്കണം കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, മനസ്സിരുത്തി അങ്ങ് പഠിക്കുക കേട്ടാ. ഇതിൻ്റെ ഒരു അർത്ഥം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഓരോ വാക്കുകൾ അങ്ങനെ തന്നെ കോൺസെൻട്രേഷൻ, അതാണ് മെയിൻ കേട്ടോ. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകും. അല്ലാതെ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്ന് പലതിനെയും പറ്റിയിട്ട് ആലോചിച്ച് എന്താണ് ചുറ്റും നടക്കുന്ന സറൗണ്ടിങ്സിൻ്റെ ഒരു ശ്രദ്ധയൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. സോ ഒറ്റയ്ക്കിരിക്കുക, എന്നിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ മനസ്സിരുത്തി അതങ്ങ് അതിൻ്റെ മീനിങ് ക്ലിയർ ആക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.